Hello guys, welcome back to my channel. അപ്പൊ ഇന്ന് നമ്മൾ പോവാൻ പോകുന്നത് അതിഭയങ്കരമായ ഒരു സ്ഥലത്താണ്. അതിഭയങ്കരമായ സ്ഥലം എന്ന് പറയുമ്പോൾ നോക്കിയാക്കണ്ട ഭയങ്കര വലിയൊരു സംഭവമാണ്. അങ്ങനത്തെ ഒരു സംഭവം അത് ഭയങ്കരമായ സ്ഥലമാണ്. നെട്ടിയില്ലെങ്കിൽ നിങ്ങൾ നെട്ടിയ പോലെ അഭിനയിക്കണം. നെട്ടിയ പോലെ തന്നെ പോകുന്നത് കാര്യമായൊരു പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര കാര്യമായ പ്ലേസ് കാര്യമായ പ്ലേസ് അല്ല, പക്ഷെ നിങ്ങൾ കാര്യമായ പ്ലേസ് എന്ന് വിചാരിക്കണം. അങ്ങനെ എടുത്തേ പറ്റൂ. പിന്നെ നമ്മള് എന്തായാലും ഇപ്പൊ പോവാൻ പോകുന്നത് ഭയങ്കരമായ സ്ഥലത്തേക്ക്. നെട്ടിയോ നെട്ടണം, നിങ്ങൾ നെട്ടിത്തെറിക്കണം, നിങ്ങൾ തെറ്റിദ്ധരിച്ച് ചാവണം മക്കളെ. നിങ്ങൾ ഓരോ പറയുന്നത് നിങ്ങൾ ചാവും മക്കളെ. പോസ്റ്റാക്കൂട്ടാ, ഞാൻ ഉറപ്പായിട്ട് പോസ്റ്റാക്കും. എന്റെ മനസ്സിലുള്ളത് ഞാൻ പറയുന്നത്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കിന് നിങ്ങൾ നരകിച്ച് നരകിച്ച് ചാവും മക്കളെ. ഫോണില് മെസ്സേജ് വരെ വന്നു, സത്യം. അതിനുള്ള അപ്പോ നമ്മള് കാര്യമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമായൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാര്യമായ സ്ഥലത്തേക്കൊന്നല്ല ഞാൻ പറയുന്നത്. നമ്മളെ പെങ്ങളെ പുറത്തേക്ക് പോകുന്നത്. അപ്പൊ സ്റ്റാർട്ടിങ് ഒരു ഇംപ്രസീവ് കൊടുത്ത് മാത്രമാണ് വെറുതെ ഒന്ന് വെറൈറ്റി ആക്കി നോക്കിയത്. എല്ലാവർക്കും നമ്മള് രാവിലെ വ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ രാവിലെ ഞാൻ എണീച്ചിട്ട് ഒരു ഭ്രാന്തം കളി കളിച്ചിട്ടുണ്ടായിരുന്നു. ഐ മീൻ ആ വ്ലോഗ് എടുക്കുന്ന ഒരു സ്റ്റൈൽ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ സ്റ്റൈൽ ഇങ്ങനെ ആക്കിയപ്പോഴത്തേക്ക് ഓള് അന്നേരം സ്റ്റാർട്ടിങ് സമയത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവള് റെക്കോർഡ് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്ക് ചിപ്പില്ല, SD കാർഡില്ല. അപ്പൊ പിന്നെന്തായി കുറച്ചതിന്റെ SD കാർഡെല്ലാം ഇട്ടിട്ടാകുമ്പോ അങ്ങോട്ട് മറന്നുപോയി. പിന്നെ നമ്മള് ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോയാണ് ഓഫീസിലേക്ക്. ആ ഫ്രണ്ടിന്റെ ഓഫീസിൽ കയറി കഴിഞ്ഞിട്ട് അവിടുന്ന് ഫ്രണ്ടിനെ കണ്ടു, സംസാരിച്ചു. കുറെ നാൾക്ക് ശേഷം കാണുമ്പോൾ നല്ല ഹാപ്പിയായി. കുറെ കാലമായി കാണാത്ത, ഒരുപാട് നാൾക്ക് ശേഷം കാണാണ്. അപ്പൊ അങ്ങനെ അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ പോകുമ്പോൾ വ്ലോഗെല്ലാം ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ അവിടുത്തെ പുതിയ ഓഫീസാണ്, പുതിയ സ്ഥലമാണ്. അപ്പൊ എങ്ങനെയാണെന്നൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ നമ്മ പിന്നെ അവിടെ ആ കാര്യം വിട്ട്. അപ്പൊ എന്തായാലും ഇനിയിപ്പം വായി നോക്കണതിന്റെ തിരക്ക്. അപ്പം നമ്മള് എന്തായാലും കാര്യമായ പ്ലേസിലേക്കല്ല നമ്മള് അടുത്തേക്ക് പോകുന്നത് വിചാരിച്ചു. അങ്ങനെയാണ് അറബിക്കടൽ ഉണ്ടായത്. നമുക്ക് നിസ്രുവിനെ കുറിച്ച് ഭ്രാന്തങ്ങളെ ഏൽപ്പിക്കാം. എങ്ങനെയുണ്ട് നോക്കാം. ഇതേപോലെ ഭ്രാന്തളിക പോലെ നിസ്രുവിന്റെ മുന്നിൽ നമ്മൾ സംസാരിക്കും. നമുക്കൊരു സാധനം കൊടുക്കാം. നിങ്ങൾ ഫസ്റ്റ് നമുക്ക് ഭ്രാന്തായോ എന്ന് വിചാരിച്ചു ഉറപ്പായിട്ട് വിചാരിച്ചു. ശരിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നിസ്രു അങ്ങനെ വിചാരിക്കുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം. ബൈ ബൈ. നല്ല രസമാണ് ഗൈസ് കാണാൻ. മരം നല്ല ഭംഗിയാണ്, ക്രിസ്മസ് ട്രീ.
ഗൈസ്, അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് ചെറുതായിട്ട് വിഷമു. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. എല്ലാം ചെറുതാണല്ലോ. എന്തെങ്കിലും കഴിക്കാൻ കഴിയും. അങ്ങനെ വരുന്ന വഴിക്ക് പ്രാന്തൊക്കെ പോയി ഇപ്പോൾ. എന്നിട്ട് വരുന്ന വഴിക്ക് ഷവർമ്മ വേണമെന്ന് പറഞ്ഞ്, അല്ല എന്ത് ബർഗറാ, ബർഗർ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബർഗർ കഴിക്കാൻ നിർത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ബർഗർ വന്നിട്ട് കാണാം. ബർഗർ ഇതാണ് മേനുവിന്റെ സാൻഡ്വിച്ച്. ഇത് പിടി, ഞാൻ അപ്പുറം ഇരിക്കട്ടെ. ചായ ഉണ്ടാ? ചായ 2 ചായ എനിക്കാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ നല്ല ഫുഡെല്ലാം കഴിച്ച്, ഫുഡല്ല നമ്മൾ കഴിച്ച പിന്നെയോള് അതെ അതെല്ലാം കഴിഞ്ഞ് ഇനി നമ്മളിവിടെ നിന്ന് ബില്ലാക്കി നേരെ പറഞ്ഞ സ്ഥലത്തേക്ക്. ബാഗ് പിടിക്കോ, നമുക്ക് ഹെൽമെറ്റ് ഇടാം. ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതേത് രാത്രി ഊളംപാറയെന്ന് ആര് വന്നത്? ഇനിയിപ്പോ ഹെൽമെറ്റ് വെക്കണോ? ഇവിടെ ക്യാമറ ഉണ്ടോ? ആ ക്യാമറ കാണിക്കാണ് ഹെൽമെറ്റ് വെക്കുന്നത്. അല്ല തല പ്രൊട്ടക്ഷൻ അല്ലേ? ബട്ട് തലയില് ക്ലിപ്പ് ഉള്ളോണ്ടൊരു. അപ്പൊ ഗൈസ് നമ്മൾ ക്ലിപ്പ് ഊരി പോന്നു ഗൈസ്. ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിച്ച ക്ലിപ്പാണ്. ഇനിയിപ്പോ സഫുവിന്റെ ഒരു കാര്യമായ ഒരു പാട്ട് വരാനുണ്ട്. എല്ലാവരും എന്തായാലും ആ പാട്ടൊന്ന് കേട്ടിട്ട് അഭിപ്രായം പറയണം. കാരണം ആ പാട്ടിന് ഫസ്റ്റ് ലൈൻ ഞാൻ പാടിത്തരാം. തൻസീർ കുത്തുപറമ്പ് പാടിയ പടച്ചിട്ട് പഠിച്ചു തന്നെ മുത്താണ്. അത് സഫ് പാടുമ്പോ വേറെ ലെവലാണ് ഗൈസ്, വേറെ ലെവല്. രണ്ടുപേരും ഒന്ന് പാടിത്തരോ? ഇപ്പൊ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേരും ഇപ്പൊ ഒന്ന് പാടിത്തരാൻ പറ്റുമോ? വേണോ? റെഡി 1 2 3 സ്റ്റാർട്ട്. അത് ശരിയാണല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിലെത്തിയിട്ട് സമാധാനത്തിൽ ഒന്ന് പാടിപ്പിക്കാം എന്നും. നമുക്ക് എന്തായാലും റെക്കോർഡൊന്ന് നോക്കട്ടെ. റെക്കോർഡൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഓക്കെ ഒന്നും കൂടെ പറയാം. ഇപ്പൊ ഹെൽമെറ്റ് ഉണ്ട്. എന്ത് നീ ഇപ്പൊ സർപ്രൈസ് ആയോ? എനിക്കപ്പോ ആയോ? ശരിക്കും സർപ്രൈസ് ആയോ? സീരിയസ്ലി? ഇതെന്താ തീയത്തിനെ പോലെ ഇരിക്കണ്? അപ്പൊ സർപ്രൈസ് എന്തായാലും സർപ്രൈസ് ആക്കാൻ നിന്ന സഫുവിന് സർപ്രൈസ് ആയി എന്നാണ് പറയുന്നത്. അതന്നെ നമ്മളെന്തായാലും ഇങ്ങോട്ടേക്ക് പോവാം. നമുക്ക് ഓളിയും കൊണ്ട് അപ്പുറത്തേക്ക് പോവാം. അപ്പുറത്തേക്ക് ഇവിടെ നിന്നോ? എണീച്ച് ഫാത്തിമ യെസ് സർപ്രൈസ്. അങ്ങനെ നമ്മള് കുറേ സമയത്തിന് ശേഷം ജ്യൂസ് എല്ലാം കുടിച്ച് കഴിഞ്ഞ് ഇതാ ഓള് ജ്യൂസ് ഇപ്പാതെ ഞാൻ കിട്ടിയ പാട് മോന്തി. എന്ത് ജ്യൂസാന്ന് അറിയോ?
ആപ്പിൾ ആൻഡ് ബനാന. ആപ്പിൾ ആൻഡ് ബനാന മിക്സ്ഡ് ഷേക്ക് ജ്യൂസ് ഗൈസ്. യമി. നല്ല അറിഞ്ഞിട്ടുണ്ടല്ലോ. ഓ നല്ല അറിഞ്ഞിട്ടുണ്ട്. ഇത് ഏത് മിക്സി? അതെ, സുജാതയുടെ മിക്സി. സുജാതയോ? നോക്കിട്ടെ. മോളെ ജ്യൂസ് നല്ല അറിഞ്ഞിട്ടുണ്ട്. ഏതാ മിക്സി? ഓ ചട്നിയൊക്കെ നല്ല പൊടി പൊടി പോലെ ആയല്ലോ. അതേതാ? സുജാതയുടെ മിക്സി. സുജാതയോടോ? സുജാത മിക്സി. ഞാൻ അത് പ്രീതിയുടെ മിക്സിയാണ്. പ്രീതി. പ്രീതി. അപ്പൊ ഈ സുജാത പ്രീതി ഇവർക്ക് വേറെ കമ്പനിയിലാണ് പേരൊന്നും ഇട്ടൂടെ? ഈ സുജാത ശാന്ത വേനൊന്നിട്ട പിന്നെ ഒരു ഇതുണ്ട്. എന്താ തമാശ പറഞ്ഞ ഗൈസ്. സുജാത നല്ല പേരാണ്. പേരിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും സുജാത പ്രീതി എന്നെല്ലാം പറയുമ്പം എന്താ പറയാ, നമ്മള് നോർമലി മനുഷ്യന്മാർക്കുള്ള പേരല്ലേ ഇപ്പൊ. അങ്ങനെയുള്ളൊരു ഇതുകൊണ്ട് വെറുതെ കോമഡി അടിച്ചതാണ് ഗൈസ്. പറയാനുള്ള പറയും. കുടിച്ചു കഴിഞ്ഞ ഗ്ലാസ് നീ കൊണ്ടുവരണം. പിന്നെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. കുടിക്കുന്നതിനും ഒരു മേനേഴ്സ് ഒക്കെ ആവാം. ഒരാള് തന്നു വിചാരിച്ചിട്ട് മൊത്തം ഇങ്ങനെ വടിച്ചെടുക്കുന്നത്. മേനേല് കൂടുതലുണ്ട് എന്റെ ഒരു ബാക്കി. ഞാൻ വെച്ചാൽ ഇരുന്ന് കുടിക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാണ്. ഒന്ന് കൊണ്ടക്കുന്നില്ലേ ഗൈസ്? അപ്പൊ നുസ്രത്താക്ക് ഒരു കൊളാബ് ഉണ്ടായി. അപ്പൊ അത് നമ്മള് പിക്ക് ചെയ്യാൻ വന്ന്. അപ്പൊ നമ്മള് അതെല്ലാം എടുത്ത് കഴിഞ്ഞു. വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി ഷൂവിന്റെ സ്ഥലത്ത് കൂടി പോകാണ്ട്.